നമുക്കൊന്നൊരു മോരുകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എന്താണ്ട് നല്ലതായിട്ട് കട്ടത്തൈ നല്ലതായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് ലൂസാക്കിയിട്ട് വെക്കാം. ഇത് ലൂസാക്കിയിട്ടുണ്ട്. കുറച്ച് തിക്നെസ് വേണം. എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള മോരുകറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ആഡ് ചെയ്തിട്ടില്ല. നമുക്കിനി ഉണ്ടാക്കാം. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരട്ടെ. നമുക്കതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. അത് നന്നായി പൊട്ടി വരട്ടെ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നീളത്തിൽ കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. അടുത്തായിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തേക്കുവാണ്, കാരണം നല്ല ചൂടായി കിടക്കുവാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നീ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതി. ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം. നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ മോരൊഴിച്ച് കൊടുക്കാം. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചേക്കുവാണ്. നമുക്കിനി മോരൊഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മോരുകറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കമൻസ് എല്ലാം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.